മസാല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്തിനത് ഒരു പച്ചമുളക് മേടിച്ചപ്പോൾ ആക്രാന്തം കണ്ടില്ലേ നമ്മുടെ വെപ്രാളം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഒരു പരീക്ഷണ പാചകമാണ് ചെയ്യാൻ പോണത്. ഞാനത് ചെയ്യാൻ നോക്കിയപ്പോൾ സരിത പറഞ്ഞു ഇത് വേണ്ട 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 വെറുതെ നശിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കണ്ട പോർക്കാണ്, 1 കിലോ പോർക്കാണ് എടുത്തുകൊണ്ടത്. ഇത് നമ്മൾ കുടകൻ പോർക്ക് മസാല, കുടകൻ പോർക്ക് കറി എന്ന് പറയും. സരിതയോട് പറഞ്ഞ് ഭയങ്കര ഫേമസ് ആണ് ഇത്. അവരെ ഈ എന്താ പറയുക, ഇന്ത്യ മുഴുവൻ ഭയങ്കര പേര് കേട്ടിട്ടുള്ള ഒരു വിഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ് കുറച്ച് ഉണ്ടാക്കിയിരുന്നു പരീക്ഷിച്ച് നോക്കിയിട്ട് ടേസ്റ്റിന് പിന്നെ കൂടുതൽ ഉണ്ടാക്കിയാൽ പോലെ അല്ലെങ്കിൽ നാശാക്കി കളയണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ 1 കിലോ പോർക്ക് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കണ്ട ഇനി ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. ആദ്യം ഈ പാത്രം എടുത്തിട്ട് കുറേ നാളായിട്ടാണ് നമ്മുടെ ചൈനീസ് കടായിന് കുറേ നാളായി. അപ്പോൾ അവന് നിങ്ങൾ എടുത്ത് നമ്മുടെ ഈ പാത്രം ചൂടായി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 10-15 മിളക് ഇടുന്നു കേട്ടോ. മിളക് ഉരുണ്ട മിളക് കിട്ടും, ഉണ്ടമിളകില്ലേ, നല്ല ഉണക്കമുളക് കിട്ടും. അതിവിടെ ഞാൻ അന്വേഷിച്ചു കിട്ടിയില്ല. അപ്പോൾ ഞാൻ പകരം നമ്മുടെ സാധാരണ മിളകാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. തീയൊന്ന് സിമ്മിലിട്ട് കേട്ടോ. അതെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിൽ ഇടുന്നത്. ഇതൊക്കെ മിക്സിയിലടിക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു 2 ടീസ്പൂൺ മല്ലി ഇട്ടാ, മല്ലി ഇടുന്നു, മല്ലി വറക്കണം. അപ്പോൾ ഒരു ചെറിയ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് കേട്ടോ, 1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ടു. ഇതിൻ്റെ കളർ മാറി തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ജീരകല്ലേ, കുഞ്ഞ് ജീരകം, പെരുംജീരകമല്ല, അതിട്ടു കേട്ടോ. ഇതാണ് ആദ്യത്തെ ഒരു കൂട്ട് എന്ന് പറയുന്നത്. എനിക്ക് ഈ ഇറച്ചിയിലൊക്കെ പുരട്ടി വേവിക്കാനായിട്ടുള്ള ഒരു കൂട്ട് എന്ന് പറയുന്നത് ജീരകം. നമ്മൾ ഇറച്ചിയിൽ സാധാരണ അങ്ങനെ ജീരകം അങ്ങനെ ചേർക്കാറില്ല. അത് നമുക്ക് പെരുംജീരകം നന്നായി ചേർക്കും, ജീരകം മതി ചേർക്കാറില്ല. ഒരു ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ, അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരി. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നോക്കിയാൽ നമുക്കിതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിൽ പൊടിച്ച് കൊണ്ടുവരാം. അങ്ങനെ ആദ്യത്തെ മസാല നമ്മുടെ റെഡി ആയിട്ടാണ്. ഇത് നമ്മുടെ ഈ കൂട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്ന് ഇത് പൊടിച്ചു കൊണ്ടുവരാൻ പോകാനായിട്ട് നന്നായി പൊടിച്ചു കൊണ്ടുവരാം. നമ്മൾ ഈ ഉണ്ടമിളകാകുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ, ടേസ്റ്റ് വ്യത്യാസം വരും. നമുക്കത് കിട്ടിയില്ല. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെ കിട്ടാൻ വെച്ചാൽ വാങ്ങിച്ചു കൊണ്ടുവരണം, പൊടിച്ചു കൊണ്ടുവരാം. നമ്മളിതിൻ്റെ മുകളിലേ ഒരു നല്ലൊരു പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയില്ലേ ജാറിൻ്റെ ഉള്ളിലേക്കൊന്നും കയറില്ല. അത് ഇതേ പൊടിഞ്ഞു കേട്ടാ. നമ്മുടെ അടിപൊളി മസാല ഇതേ ഈ ഇറച്ചിയിലേക്ക് ഇടണം കേട്ടോ. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക മണമാണ്. അതായത് മിളക്, മല്ലി, കുരുമുളക്, പിന്നെ വരുന്നത് ജീരകമാണ്. ആ ജീരകത്തിൻ്റെ മണം ഈ മല്ലി മിളകിലേക്കാണ്ട് ചേരുമ്പോഴല്ലേ ഒരു പ്രത്യേക നമുക്ക് ആ ഒരു ഫീലാണ് വരുന്നത്. അപ്പോൾ അത് മുഴുവൻ ഇട്ടു കേട്ടോ. ഇനി നമ്മൾ ഈ ഇറച്ചിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം കേട്ടോ. ഇനി ഈ ഇറച്ചിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തിരുമ്മാം. ഞാൻ കൈ കൊണ്ട് തിരുമ്മണില്ല. കാണുമ്പോൾ തന്നെ നല്ല ഗ്ലാമറായിട്ടാണ് സാധനം. പലരും പല രീതിയിലാണ് വെക്കുക കേട്ടോ. ചിലർ ഇങ്ങനെയല്ല, ഇറച്ചി വേവിച്ചിട്ട് അതിലേക്ക് ഈ മസാലക്കൂട്ട് ഈ പൊടിച്ച സാധനം ഇടാണ് ചെയ്യണത്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി കൂടിയും സാധനം ടോപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് നമ്മൾ തീയു. ഇനി നമ്മുടെ കടായി വീണ്ടും അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇറച്ചിയെടുക്കണു, പരട്ടി വെച്ചിട്ടുള്ള ഇറച്ചിയെടുക്കണു. എന്നിട്ടിത് പാത്രം ചൂടായി ഇരിക്കുന്നു കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഓയിലുകൾ വേറെ ഒന്നും ചേർക്കണില്ല എന്നുള്ളതാണ് ഈ കൂട്ടാൻ്റെ ഒരു പ്രത്യേകത. വേറെ ഓയിലുകളൊന്നും ചേർക്കണില്ല. നമ്മൾ ഇതിലേക്ക് ഇനി ഇത്തിരി
വെള്ളം ഒഴിക്കാൻ പോകണം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകണം. അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം വേവിക്കണമല്ലോ അത്. നമ്മൾ പരീക്ഷണമായ കാരണം അധികം എടുത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. 5-8 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം. തിളച്ചു. കഷ്ണങ്ങളൊക്കെ ചെറുതായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം. പോർക്ക് മസാല എന്ന് പറയും. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി, മുഴുവൻ മല്ലി ഇടുന്നു. അതൊന്ന് വറക്കണം. പിന്നെ കുറച്ച് കറിയാമ്പ്, കറുവപ്പട്ട, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, ഇതൊക്കെ അരിക്കിടുന്നു കേട്ടോ. ഇത്തിരീശ അതും ഇതിൻ്റെ ഒപ്പം വറക്കണം. ഭയങ്കരമായിട്ട് കരിയാൻ പാടില്ല. നമ്മളത് വറുത്തിട്ടൊരു പാത്രത്തിൽ ഇടണം. നമുക്കിത് മിക്സിയിലടിക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് വേപ്പില, കറിവേപ്പില, ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ട് അതും ഇതുപോലെ വറക്കണം. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മളിങ്ങനെ മുരിച്ചെടുക്കില്ലേ, അതുപോലെ അത് കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് വറക്കല്ല പൊടിക്കുക. അതൊരു ഈ പാത്രത്തിൽ ഇട്ടത് തണുത്ത് കഴിഞ്ഞ് നമുക്ക് അത് മിക്സിയിൽ പൊടിച്ച് കൊണ്ടുവരാം. മിക്സിയിൽ ജാറിലേക്ക് ഇട്ടു. നമ്മൾ മൂടി പൊടിച്ച് കൊണ്ടുവന്നു. കണ്ട ഒരു ചെറിയൊരു പച്ച കളറുണ്ടാവും. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ. ഇനി നമ്മളൊരു മിക്സിയിൽ ജാറെടുത്ത് ഒരു സവാള കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്. ഇത് സാധനം ഉണ്ടമുളകാണ്. പച്ചമുളക് സാധനം ഉപയോഗിച്ചാൽ മതിയില്ല, കുഴപ്പമില്ല. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്. ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ നമ്മൾ ചതച്ച് കൊണ്ടുവരും. നമ്മളിത് ചതച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പക്ഷേ അരവ് ഇത്തിരി കൂടി കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ പോർക്ക് എന്തായി നോക്കാം. മുക്കാൽ വേവിൻ്റെ അടുത്ത് എത്തിയിട്ടാ. മുക്കാൽ കണ്ട നല്ല ഗ്ലാമർ സാധനമായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അരച്ച് കൊണ്ടുവന്നില്ലേ, ഈ അരച്ച് കൊണ്ടുവന്നത് നമുക്ക് ഇരിക്കാണ്ട് ചേർക്കാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് വെക്കാം. അസാധ്യമായിട്ടുള്ളൊരു മണം. കുറച്ച് നേരം കൂടി മൂടിയിട്ടാ നമുക്ക്. ഇനി അടുത്ത പരിപാടി. പിന്നെ ഇതിലേക്ക് ഒരു സാധനം കാച്ചാമ്പുളി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അവർ ചേർക്കുത്തറ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചാണ്. ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ ചീന്തിയിട്ടു കുറച്ച് വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ ഇങ്ങനെ ഇന്നലെ ഇട്ട് വെച്ചതാണ് കണ്ട കുടപ്പുളി. അപ്പോൾ അതിൻ്റെ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നന്നായി അരയ്ക്കുക ചെയ്യുക. അരച്ചിട്ട് അതിൽ നമ്മുടെ ചൊറുക്ക വിനാഗിരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വറ്റിച്ചെടുക്കുന്ന രീതിയാക്കാം. നമുക്ക് തീ കത്തിച്ചിട്ട് നമ്മുടെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. പിന്നെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ നമ്മുടെ ഈ കുടപ്പുളിയില്ലേ, ഞാൻ ഇതിൻ്റെ ചാറാണ് എടുക്കുന്നത്. നോക്കിയേ, ഞാൻ ഒരാളോട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു വറ്റിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു ഇതേപോലെ. അപ്പോൾ അതിന് വേറെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ കൊറ്റഞ്ഞാട് കിണില്ല ചേട്ടാ, ഇത് അവരുണ്ടാക്കി വയ്ക്കുത്തരാ. അവർ ഇറച്ചിരിക്കൊക്കെ ഈ ഇങ്ങനത്തെ കാച്ചാമ്പുളി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി വയ്ക്കുന്നു. കയ്യിൽ നിന്ന് കഴിയിട്ട് വരാം, അപ്പോഴേക്കും ചൂടാവട്ടെ. ഇതൊന്നും തിളക്കിട്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇറച്ചിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. മുക്കാലിലധികം വേവായിട്ടുണ്ട് കേട്ടോ. ഒരു അസാധ്യമായിട്ടുള്ള ഒരു മണമാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മണത്തിന് ഒരു കൂടുതൽ മാറ്റം വരാൻ പോവാണ്. നമ്മൾ നോക്കിയേ, നമ്മൾ ഈ കറിവേപ്പിലയൊക്കെ വെച്ച് പൊടിച്ചില്ലേ,
ഈ പോർക്ക് മസാല അത് നമ്മൾ ഒരു ടീസ്പൂണോളം നമ്മൾ ഇടുന്നു കേട്ടോ അതിലേക്ക്. ഇതിനോട് ഇടാം. എന്നിട്ട് നമ്മൾ ഇളക്കാണ്. സമയത്ത് ഉപ്പൊക്കെ നോക്കാട്ടെ നമുക്ക്. എന്തിട്ട് കൂട്ടാന്ന് പറയും ഇതിനെ. എനിക്ക് ഇനി കുറച്ച് നേരം കൂടി നമുക്ക് മൂടിയിടാം. തീ ചെറുതായിട്ട് മതി. അപ്പോഴേക്കും ഇവിടെ ഈ സാധനം തിളപ്പിക്കലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ പുളി ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് ഒരു സ്വല്പം വിനാഗിരി ഒഴിക്കാം. സ്വല്പം വിനാഗിരി ഒഴിക്കണം കേട്ടോ. സ്വല്പം ഒഴിച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ കുറുക്ക് പോലെയാവത്ര. നമ്മുടെ ഈ സാധനം നോക്കിയാൽ എന്തിട്ടോ ആ സാധനം. ഇനി നമുക്ക് മൂടി വയ്ക്കണ്ട കേട്ടോ. ഇപ്പോഴേ നമ്മുടെ കാച്ചാമ്പുളി ഇല്ലേ നോക്കിയേ. കാച്ചാമ്പുളി ഇതിവിടെ ഇരിക്കട്ടെ. കാച്ചാമ്പുളി നോക്കി ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും വലിയ താമസം ഇത് മൺചട്ടി കാരണം ഇതിൽ വറ്റി പോകും തോന്നും. അപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് എനിക്ക് ഒഴിക്കാം. കാരണം വെച്ചാൽ ഞാൻ കുറുക്ക് പോലെ ആക്കണില്ലേ. കുറുക്ക് പോലെ ആക്കുമ്പോൾ കുറേ സമയം പിടിക്കും. ഇതാണെങ്കിൽ വെന്തു, ഇറച്ചി വെന്തു. അപ്പോൾ നമുക്ക് എനിക്ക് ഒരു 2 ടീസ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ ഇത് വേണമെങ്കിൽ കുറുക്കാക്കാപ്പളേക്കും. എന്നിട്ട് ഇളക്കണു. നമ്മുടെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി മല്ലിയില നമുക്ക് അരിഞ്ഞു കൊണ്ടിരണം. മല്ലിയില നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ്. മല്ലിയില ഞാൻ കൊണ്ടിട്ടാ. ഇതേ ആഫ്രിക്കൻ മല്ലി ഇത് അരിഞ്ഞു കൊണ്ടുവരാം. പോരാ. അപ്പോഴേക്കും ഇത് നിങ്ങൾ വറ്റട്ടെ. വറ്റിയില്ലാണ്ട് അത് വറ്റിയിട്ട് ഇനി വേറെ ഇറച്ചിക്ക് വേണച്ചി ഉപയോഗിക്കണം. ഇനി ഇതിലേക്ക് ഒഴിക്കണ്ട കേട്ടത് സാധനം. ഇത് വേണ്ട. നമ്മുടെ കാച്ചാമ്പുളി നോക്കിയാൽ കട്ടി കണ്ട വറ്റിച്ചെടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞ് ശരിയാണ്, ഇങ്ങനെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് വേറെ ഇറച്ചി തന്നെ വെക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഇതിലേക്ക് വേണ്ട. നമ്മുടെ ഇവൻ സെറ്റായി. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ നമുക്ക് വയ്ക്കണ്ട. എന്നിട്ടെടുക്കാം. നമ്മുടെ ഒരു പ്ലേറ്റ് ഈ പാത്രം ചൂട് പാത്രം പൊട്ടാവോ. ഇതിൻ്റെ മസാല ഭയങ്കര ടേസ്റ്റായിരിക്കും. കുടക്കൻ പോർക്ക് റെഡിയായി. ഇനി നമ്മുടെ മല്ലിയില നമ്മൾ ഇത്തിരി അരിഞ്ഞു കൊണ്ടിട്ടുണ്ട് കേട്ടോ. മല്ലിയില ആഫ്രിക്കൻ മല്ലിയാണ്. അത് നമ്മൾ ഒന്ന് വെതറി കൊടുക്കണം കേട്ടോ. ഗംഭീരമായൊരു സാധനം. സരിതാനെ വിളിക്കാം ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട്. എങ്ങനെയുണ്ടെന്ന് പറയണല്ലോ. നമ്മുടെ കുടക് പോർക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഇത് എടുക്കണം നോക്കിയേ. ചൂടാറി. ഇതൊരു കഷ്ണം കഴിച്ചു നോക്കിയേ. കഴിച്ചോ? ഒരു സ്പൂണല്ലോ നമുക്ക്. ഒരു സ്പൂണല്ലോ. എന്താ എന്തൊരു താങ്ങിന് എരിവാ. അറിയണില്ലേ? എൻ്റെ കണ്ണിലൊക്കെ വെള്ളം വന്നു.
അതിൻ്റെ സാധനം എരിവ് കൂടുതലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത്ര വലിയ എരിവ് തോന്നില്ല. എരിവൊന്നുമില്ല, നീ കഴിച്ചേക്കെ. ജഗ് കഴിക്കുന്നുണ്ട്, അവനെ കഴിക്കട്ടെ. സരിത എരിവ് പറഞ്ഞ എനിക്കൊരു കുഴപ്പമൊന്നും തോന്നില്ല, എരിവ് ഭയങ്കര. അത്യാവശ്യം എരിവുണ്ട്. അല്ല ഈ സാമ്പാറും നമ്മുടെ സാധനത്തിൻ്റെ രുചിയാനിണ്ടെന്ന് പറയും. കുരുമുളകിൻ്റെ ഭയങ്കര എരിവ് ഇങ്ങനെ വായരാകെ പടർന്ന് പിടിക്കുക. ഉണ്ണിക്കാനിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നേട്ടാ. ആ ചേട്ടൻ കഴിച്ചോ, അത് ചേട്ടൻ കഴിച്ചോ. ജഗ്ഗു സ്ഥലം വിട്ടു. ടേസ്റ്റ് ഉണ്ട്, ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മണമുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ എന്നിട്ട് ഇതിൽ മറ്റേ സാധനമൊക്കെ ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുടപ്പുളി, കാച്ചാമ്പുളി. ചേർത്തിട്ടില്ലേ? ഇത് കട്ട വെച്ചിട്ട് കണ്ട ഇങ്ങനെ കട്ടയാക്കി വെക്കും കേട്ടാ. നമ്മളിതിലാക്കി ചേർത്തുണ്ട്. ഞാൻ വിചാരിച്ചത് പുളിയൊക്കെ കുടപ്പുളിയൊക്കെ ചേർക്കുന്ന പറഞ്ഞപ്പോഴേ എന്തൊരു സാധനമാണെന്ന് വിചാരിച്ചു. എനിക്ക് അത്ര എൻ്റെ വായിൽ തൊലി പോയിട്ടുണ്ട്, അപ്പോൾ അതാവും എനിക്ക് ഇത്രയ്ക്ക് എരിവ്. എരിവുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും എനിക്ക്. ചേട്ടൻ ഉണ്ടാക്കിയതാവുമ്പോഴേ ചേട്ടാ അത് ഒക്കെ എരിവ് നമുക്ക് എന്തോരം സാധിച്ചു തീർക്കാൻ പറ്റും. എന്തൊരു കുഴപ്പം പറയും. ഒരു പച്ചമുളക് മേടിച്ചപ്പോൾ ആക്രാന്തം കണ്ടില്ലേ നമ്മുടെ വെപ്രാളം. ചേട്ടൻ നോക്കിയേ, ചോറ് കൂട്ടുകൊണ്ടുമ്പോൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാധനം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. സരിത പറഞ്ഞ പോലെ എരിവ് ഇത്തിരി മുന്നിക്കൊക്കെ ഉണ്ട്, എന്നാലും ആ എരിവും കാപ്പാടകാരിയായിട്ട് തോന്നില്ല. ഇവിടെ വായതൊരു പോയിൻ്റ് ആവും, അതുകൊണ്ടാണ്. ഇത് വെച്ച് വയ്ക്കുവാട്ടത്, ഒരു വെറൈറ്റി സാധനമാണ്. ധൈര്യമായിട്ട് വെച്ച് വയ്ക്കുക, അടിപൊളി. ഇതുപോലെ നമുക്കിത് ബീഫ് എന്ന് വെച്ചാൽ അതിനുണ്ടെന്ന് ബീഫ് ടേസ്റ്റ് ഉണ്ടാവും, ഭയങ്കര ടേസ്റ്റ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അല്ല, വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ടില്ല, എണ്ണ ഉപയോഗിച്ചില്ല, ഓയിൽ ഉപയോഗിച്ചില്ല, ഒന്നുമില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ പെരുംജീരകമില്ല, ജീരകം ചേർത്തിട്ടുണ്ട്. ജീരകത്തിനൊന്നും അങ്ങനെ മണ കുത്തൊന്നുമില്ല തോന്നുന്നില്ല. കൈ കഴുകിയിട്ട് വരാട്ടാ. എരിവുണ്ട്, ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ടാ. അപ്പോൾ അത്രയ്ക്ക് അപ്പോൾ അടിപൊളി സാധനം കേട്ടോ അത്. ഇതിൻ്റെ ഗ്രേവി കലകന. അപ്പോൾ വേറൊരു തരത്തിലെ രുചി, കർണാടകത്തിലത്തെ വേറൊരു രുചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ആർക്കും ഇഷ്ടപ്പെട്ടു, വിരുന്നുകാർക്ക് വെച്ച് കൊടുക്കാൻ പറ്റും ഈ സാധനം. ഇതുപോലെ കോഴിയൊക്കെ വെക്കാനുണ്ട്, നാടൻ കോഴിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. നാടൻ കോഴി ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ മിന്നിക്കും. നമുക്ക് നോക്കി കാണാം, ഇതിൻ്റെ മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, സരിത അരിഞ്ഞതൊക്കെ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വയ്ക്കാം കേട്ടോ, ധൈര്യമായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.